ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. രാത്രിയും പകലും, രാത്രി 12 മണിക്കൊക്കെ തീരെ കടകളിലൊക്കെ നടന്നവരുണ്ട്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ ഡ്രസ്സ് ഒരുക്കാൻ, ഇവരെല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കുഞ്ഞുങ്ങൾ ആരും ശബ്ദിക്കരുത് കേട്ടോ. ലിസൺ ലിസൺ. മേഘ 47 കുട്ടികളുണ്ട് ലിസ്റ്റ് എടുത്തത്. പക്ഷെ ഇത് സൺഡേ സ്കൂളിൽ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴും ആലോചിക്കും, കർത്താവേ, എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെയും കൂടെ ഏജിന്റെ റേഷ്യോ ഒന്ന് കുറച്ച് തരണേ. കാരണം 7 വയസ്സുള്ള പിള്ളേരാണ് ആവറേജ് ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ജെനിസിസിൽ ആരംഭിച്ചു, ഞങ്ങളിപ്പോൾ 2 സാമുവേൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടല്ലോ. അവരുടെ പ്രായത്തിൽ ഞാൻ കേട്ടിരുന്നെങ്കിൽ എന്നെ മുട്ടടിച്ച് താഴെയാണ്. അപ്പോൾ ഈ സൺഡേ സ്കൂളിന് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഈ സൺഡേ സ്കൂൾ തുടങ്ങിയതും. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ പ്രായമുള്ള ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്ന ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചു. പക്ഷേ അവർ കോപ്പറേറ്റ് ചെയ്യും. കാരണം ഞാൻ അവരുടെ ലെവലിലോട്ടൊക്കെ താഴെ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ 47 കുട്ടികളും എൻ്റെ സൺഡേ സ്കൂളിൽ കിട്ടിയിരുന്നെങ്കിലല്ല. കാരണം അവർ കൊടുക്കാൻ പറ്റുന്നത് ഈ ചെറുപ്രായത്തിൽ കൊടുത്തോണം. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ കുഞ്ഞിനെ കിട്ടത്തില്ല പഠിപ്പിക്കാനില്ല. കാരണം ട്യൂഷൻ കൊണ്ട് പിന്നെ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ് കയറുന്നതിന് മുൻപായിട്ട് ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപയിൽ അഭ്യസിപ്പിക്കാൻ ഞങ്ങളൊക്കെ അതിനുവേണ്ടി റെഡിയായി. ഞങ്ങളതിനുവേണ്ടി സമയം മെനക്കെടുത്തുന്നു. ഓഫീസിൽ നിന്ന് ഓടി വന്നിട്ടൊന്ന് കുളിച്ചിട്ട് ഓടി ആ നിമിഷം തന്നെ ഓടിപ്പോവുക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ആ പ്രയോജനം എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പേരൻസിനോട് എനിക്ക് അപേക്ഷയെടുത്ത് നിങ്ങൾ ഒന്ന് ആലോചിക്കും. ഒരു ബുധനാഴ്ച വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് വിട്ടതാണ്. യു വിൽ സീ ജുവൽസ് ഔട്ട് ഓഫ് ദം. ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളും പ്രസംഗിച്ചു. അവർ പ്രസംഗിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമാണ്. ദൈവത്തിൻ്റെ വചനം അവർ പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയ മുട്ടം വാക്യം എഴുതി കൊടുത്ത എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ തിരിച്ചുപോയി. കർത്താവേ, നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ സമയമില്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന്റെ മധ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുക എന്നുള്ള വലിയൊരു ഒരു ഒരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് ദൈവജനത്തിന്റെ കൂടെ ഞാനൊരു കഥയും കൂടെ പറയാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് അല്ലേ, ജോൺസണും ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. ഞാൻ ജോൺസണോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ജോൺസൺ എടുത്തില്ല, എന്നെ കൊണ്ട് എടുപ്പിച്ചു. അവസാനം കഥ പറയണമല്ലോ, അവസാനം ഒരു കഥ പറയാം. അപ്പം ഞാൻ ആ കഥ നിങ്ങളോടൊന്നുകൂടെ പറയാം. ഞാൻ ആ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഞാൻ ആകെ 20 മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഒരു വിസിറ്റർ ഒരു ദിവസം അതിരാവിലെ സമയത്തൊരു പട്ടണത്തിൽ ചെയ്തു. ഇടം മലയൊക്കെ നോക്കി എങ്ങോട്ടാ പോകേണ്ടത്, ആരെയും കാണുന്നില്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു പള്ളി കണ്ടു. ശരി, അങ്ങോട്ട് പോകലേ. അദ്ദേഹം കൊണ്ട് കാറ് പാർക്ക് ചെയ്തു. കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ള പട്ടണത്തിലെ പള്ളി പാർക്ക് ചെയ്ത് ഉടനെ പറയുന്ന ഒരാൾ പറഞ്ഞു, ദാറ്റ് ഈസ് മൈ പ്ലേസ്, യു ടുക്ക് മൈ പ്ലേസ്. നീ എന്റെ പൊസിഷൻ എടുത്തു. വിസിറ്റർ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് നടന്നു പോയി. അവിടെ സൺഡേ സ്കൂൾ നടക്കും. അപ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഈ വിസിറ്റർ പോയിട്ട് ഒരു സീറ്റിലിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദിസ് ഈസ് മൈ പ്ലേസ്, യു ടുക്ക് മൈ പ്ലേസ്. വിസിറ്റർ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് പള്ളി ആരാധന തുടങ്ങാൻ പോകുന്നു. പള്ളിക്കകത്ത് പോയിട്ട് ഒരു സീറ്റിലിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദാറ്റ് ഈസ് മൈ പ്ലേസ്, യു ടുക്ക് മൈ പ്ലേസ്. അപ്പോഴും വിസിറ്റർ ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളുടെ മധ്യേ കടന്നു വരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എൻ്റെ പൊസിഷൻ എടുത്തെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന നോക്കിയപ്പോൾ ഈ ആളുടെ ഭാവം മാറുന്നു. ആളുടെ ഭാവം വലിയ പ്രഭയുള്ളതായിട്ട് മാറുന്നു. സൂക്ഷിച്ചു നോക്കി കൈകളിലൊക്കെ ഇതാ തുള കാണും. ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ടു യു? അപ്പോൾ വിസിറ്റർ പറഞ്ഞു, ഐ ടുക്ക് യുവർ പ്ലേസ്. ഞാൻ നിന്റെ പൊസിഷൻ എടുത്തു. ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ്. ദൈവം നമ്മുടെ പൊസിഷനിലേക്ക് ഇറങ്ങി വന്നു നമ്മെ വീണ്ടെടുക്കുവാൻ. നമ്മൾ പാപികളായിരുന്നപ്പോൾ, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് നമ്മളായിരുന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി അവതരിച്ച്
നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. ആ കുരിശിന്മേൽ നമ്മുടെ പാപങ്ങളുമായി കിടക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഐ ടുക്ക് യുവർ പ്ലേസ്. ഞാൻ നിന്റെ പൊസിഷൻ എടുത്തു, നിന്റെ വേദന ഞാൻ എടുത്തു, നിന്റെ രോഗം ഞാൻ എടുത്തു, നിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ എടുത്തു, നിന്റെ നിരാശ ഞാൻ എടുത്തു. കമോൺ, ഞാൻ ജയാളിയായി, എന്നോടുകൂടെ നീ ജയാളിയായി ജീവിക്കുക. ഇതാണ് ക്രിസ്മസിന്റെ വാസ്തവത്തിലുള്ള സന്ദേശം. ഇന്ന് ക്രിസ്മസ് എല്ലാവരും ധാരാളം പ്രസംഗങ്ങളിലൂടെ കേട്ടു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്മസ് ഇമ്മാനുവലാണ്, ക്രിസ്മസ് സ്നേഹമാണ്, ക്രിസ്മസ് ഹാപ്പിനെസ് ആണ്, ക്രിസ്മസ് വിക്ടറിയാണ്, റിസ്റ്റോറേഷനാണ്. ധാരാളം കേട്ടു. അത് തന്നെയാണ് ക്രിസ്മസിൻ്റെ മെസ്സേജ്. നമുക്കൊരു വചനം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ ജനനത്തെ ഓർക്കുവാൻ ഞങ്ങൾക്ക് മരുഭൂമിയിൽ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിന്നോടുകൂടി ഇരിക്കുന്നതാകുന്നു. ക്രിസ്മസ് ഇമ്മാനുവലാണ്, നമ്മോടുകൂടെ ദൈവം. കർത്താവെ, ആ സാമീപ്യം തന്ന്, ആ സാന്നിധ്യം തന്ന് അടിയങ്ങളെ സഹായിക്കണമേ. എന്ന് നിന്നോട് കൂടെ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ 2011 അവസാന മാസത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങൾ നീ പരിപാലിച്ചു, ഇത്രത്തോളം ഞങ്ങൾ നടത്തിയത്, ഞങ്ങൾക്ക് ജയം തന്നു. വീഴാവുന്ന സ്ഥാനങ്ങളിൽ, പട്ടുപോകാവുന്ന സ്ഥാനങ്ങളിൽ, പരാജയപ്പെടാവുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ ജയത്തോടെ നിർത്തിയ ദൈവമേ, നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഈ വർഷം ക്രിസ്മസ് ഞങ്ങൾ ഓർക്കുമ്പോൾ വാസ്തവമായിട്ട് ഞങ്ങൾ നിന്നുമായിട്ടുള്ള ബന്ധമെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളതിനെ ശോധന ചെയ്യുവാൻ ഈ രാത്രികാലം ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങളെ നിറച്ചെന്ന് പറഞ്ഞയക്കണമേ, യേശുവിന്റെ അങ്ങനെയുള്ള നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തു ലോക ജനതയെ, അല്ലെങ്കിൽ ലോക സംസ്കാരത്തെ, മാനവ സംസ്കാരത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചു. AD എന്നും BC, ബിഫോർ ക്രൈസ്റ്റ് എന്നും ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് AD എന്നും. കർത്താവായ യേശു ക്രിസ്തു ഒരൊറ്റ പുസ്തകം പോലും എഴുതിയില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾക്ക് കണക്കില്ല. അവനൊരു ഗാനവും രചിച്ചില്ല. പക്ഷെ യേശുവിനെ പറ്റിയുള്ള ഗാനങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞത്. കർത്താവ് കനാൻ നാട് വിട്ട് എങ്ങും പോയില്ല. പക്ഷെ ഇന്ന് ലോകം മുഴുവനും കർത്താവിന് വേണ്ടി ആളുകളെ നേടുവാൻ, ശിഷ്യന്മാരെ ഒരുക്കുവാൻ തൻ്റെ മക്കളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണമില്ലാത്ത പട്ടണങ്ങളും ഗ്രാമങ്ങളും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കർത്താവ് ഈ ലോകത്തെ രണ്ടായിട്ട് തിരിക്കും. രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷിക്കപ്പെടാത്തവരെന്നും, വീണ്ടെടുക്കപ്പെട്ടവരെന്നും വീണ്ടെടുക്കപ്പെടാത്തവരെന്നും, വിശ്വസ്തദാസനെന്നും ദുഷ്ടദാസനെന്നും, ചെമ്മരിയാടെന്നും കോലാട്. ലോകത്തിൽ ഈ ഡിവിഷൻ ഇപ്പോഴേ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട് ഫൈനലായ പാർട്ടീഷൻ നടക്കുവാൻ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ആം ഐ വിത്ത് ജീസസ് ഓർ ആം ഐ അവേ ഫ്രം ജീസസ്? ഞാൻ കർത്താവിനോട് കൂടെയാണോ അതോ കർത്താവിന് ദൂരെയാണോ? ഇതാ സകല ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്റെ ജീവിതത്തിൽ വാസ്തവത്തിലുണ്ട്. നമ്മൾ വായിക്കുന്നു, വിശുദ്ധ കന്യമറിയാവുന്ന ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയില്ലെങ്കിൽ നമ്മെ കൊണ്ടൊന്നിനും സാധ്യമാകത്തില്ല. ദൈവത്തിന്റെ കൃപയില്ലേ, വി ആർ എ വീക്ക് സീറോ. നമ്മൾ മിടുക്കനായിരിക്കാം, നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കാം, വളരെ കൗതുകത്തോടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരായിരിക്കാം. But if there is no grace, it is equal to zero. ഒരു ദിവസം കൊണ്ട് നമ്മുടെ സമ്പന്നതയൊക്കെ പാപ്പരത്വമാകാൻ അധികം സമയമെടുക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം, ലോകത്തിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കണം.
we must live in grace. കഴിഞ്ഞ കാലത്ത് ഗ്രേസ് എന്ന് പറയുന്നതില്ല. കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട്, അതാണ് ന്യായപ്രമാണം. ഈ കുറ്റത്തിന് ഈ ശിക്ഷ. പാപക്ഷമയെന്നൊരു കാര്യം പഴയ നിയമത്തിലില്ല. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു കൃപ തന്നത്. കൃപമേൽ കൃപ. ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ, അവനോട് ചേർന്ന് ഓരോ ദിവസവും നടക്കാതെ, അവനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാതെ ഈ കൃപ നമുക്ക് ലഭിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കൃപയിൽ വളർത്തണം. ഈ കൃപ അറിഞ്ഞിട്ട് അവർ ഈ പട്ടണത്തിൽ കടന്നു പോകണം. ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന് സ്തോത്രം കരയറ്റണം. ആത്മീയമായിട്ട് ജീവിക്കാൻ ഏറ്റവും പറ്റിയ ലോകത്തിലെ സ്ഥലം സൗദി അറേബ്യയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ബഹ്റിന് പോയി. അവിടെ ചെന്നപ്പോൾ അവരോട് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചു. ബഹ്റിൻ സമൃദ്ധമായ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളത് മറ്റു പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, സൗദി അറേബ്യയിലോട്ട് വന്ന് കാണും ഞങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നതെന്നും പഠിപ്പിക്കുന്നതെന്നും. പഠിച്ചിട്ട് വന്നവരല്ല, ഇവിടെ വന്ന് പഠിച്ചത്. അപ്പൊ നമുക്ക് കുറെ സമയം മാറ്റി വെക്കണം. എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ. എല്ലാവരും ഭയങ്കര തിരക്കാണ്. നേരം വെളുത്തു മുതൽ വൈകുന്നേരം വരെ ഓട്ടമാണ്. ആർക്കും സമയമില്ല. നമ്മുടെ സമയങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണം. We should share our time with the Lord. We should share our time in the presence of Him. ഓരോ ദിവസവും രാവിലെ മുട്ടുമേൽ നിന്ന് കരഞ്ഞിട്ട് ജോലിക്ക് പോയി നോക്കിക്കേ. ഞാൻ കുറെ നാളുകൾക്ക് മുൻപ് ഇവിടെ അടുത്തൊരു കൂട്ടായ്മയിൽ പോയി പ്രസംഗിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. 6 മണിക്ക് എഴുന്നേൽക്കുന്നവനാണെങ്കിൽ നാളെ മുതൽ 5:30 എഴുന്നേൽക്കണം. 7 എഴുന്നേൽക്കുന്നവനാണെങ്കിൽ 6:30 എഴുന്നേൽക്കുക. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു അല്പം സമയം കിട്ടും. ഒന്ന് മുട്ടുകുത്തി ആ ബെഡ്റൂം അടച്ചിട്ട് ഒന്ന് കണ്ണുനീരൊഴുകിയിട്ട്, കർത്താവേ ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനുണ്ട്. കർത്താവേ, ഇന്ന് സഹോദരി പറഞ്ഞല്ലോ, റോഷനിവിടെ പറഞ്ഞല്ലോ, കൂടുതൽ ആരും കടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. അടുത്ത വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അറിയാമോ? നീ എന്നോട് കൂടെ ഇരിക്കുന്നില്ലേ? കർത്താവേ, നീ